ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് മയണൈസും ചിക്കനും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്ത് ഒരു സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ചിക്കൻ മയോ സാൻഡ്വിച്ച് എന്ന് പറയാം. ആദ്യം നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു കപ്പോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ആണെങ്കിൽ ഞാൻ ഉപ്പും കുരുമുളകും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇതിങ്ങനെ പീസസ് ആയിട്ട് മുറിച്ചിടാം, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഷ്രെഡ് ചെയ്തെടുത്ത് വിടാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയുടെ 1/4 ഭാഗം, അത് ചെറുതായിട്ട് അരിഞ്ഞതായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ആണെങ്കിൽ ഒരു ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഞാനൊരു യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇടണം എന്ന് ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ ക്യാബേജ് ഇടാം, ക്യാരറ്റ്, പിന്നെ അതല്ലെങ്കിൽ കുറച്ച് തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളി, ഇതൊക്കെ ഇടാം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസിന് പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മയണൈസ് ചേർത്ത് കൊടുക്കണം. മയണൈസിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ കറക്റ്റ് അളവ് പറയാനും പറ്റില്ല, നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ. കുരുമുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് എത്ര ഇടണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം കേട്ടോ. കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. അപ്പം നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ ഇല്ലാതെ വെജിറ്റബിൾ തന്നെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഈവൻ ലഞ്ച് ബോക്സിലും നമുക്ക് വേണമെങ്കിൽ കൊടുത്തു വിടാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്